ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും മമ്പ മേക്കപ്പ് ഒക്കെയാണ് ചെയ്യാൻ പോണത്. അതൊന്നല്ല, ഇത് എന്നെ പോലത്തെ സാധാരണ വീട്ടമ്മമാരെ, സാധാരണ മിഡിൽ ക്ലാസ്സിലുള്ള പെൺപിള്ളേരൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും ചെറിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരുങ്ങുന്നത് എന്നതിൻ്റെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അത് ചെറിയൊരു എൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഫെയർ ആൻഡ് ലവ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം ആയിട്ടായിരിക്കില്ലേ. 10 രൂപയ്ക്കാണെങ്കിൽ ചെറിയൊരു ട്യൂബ് കിട്ടും. അപ്പം ഞാൻ ഇത് സംഭവം ഫെയർ ആൻഡ് ലവ്ലി ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇവിടെ കണ്ട സ്ഥിതിക്ക് ഇതെൻ്റെ അന്യത്തിൻ്റെ അങ്ങോട്ടാണ്, അത് കണ്ട സ്ഥിതിക്ക് ഞാൻ എടുത്ത് ഇട്ടോന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൗഡർ കൂടി എടുത്തിട്ടാൽ നല്ല മുഖം നല്ല വെണ്ണീരിൽ കുത്തിയ പോലെയാകും. നല്ല ബ്രൈറ്റ്നെസ് തോന്നിക്കും മുഖം. അത് കുറച്ച് നേരത്തേക്ക് ആ ഒരു വെളുത്ത നിറം തോന്നിക്കുന്ന ആ ഒരു കുറച്ച് നേരത്തേക്ക് അത് ഉണ്ടാവുമെങ്കിലും ആ കുറച്ച് നേരത്തേക്കുള്ള ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ നമ്മുടെ മുഖം കുറച്ച് സുന്ദരമായിട്ട് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ആ കോൺഫിഡൻസിൻ്റെ പുറത്തായിരിക്കും നമ്മൾ മിക്ക ആൾക്കാരും പുറത്തോട്ട് പോകണതല്ലേ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. കുറച്ച് നേരം ആ ഒരുങ്ങുമ്പോൾ മാത്രം കുറച്ച് പൗഡർ എടുത്തിടും, ഉടനെ കുറച്ചൊരു പൊട്ടെടുത്ത് വെക്കും, അങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ട് പോകും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ മുഖത്ത് ഇതിനും മാത്രം ഈ മേക്കപ്പ് സാധനമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയണത് ഈ യൂട്യൂബ് ചാനലിലും അതുപോലെ നമ്മുടെ അതന്നെ യൂട്യൂബ് ചാനൽസൊക്കെ ഈ സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ ഈ ബ്യൂട്ടി ടിപ്സൊക്കെ ചെയ്യുന്ന യൂട്യൂബ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്താ പറയുക, എത്ര ഐറ്റംസ് മേക്കപ്പ് ഐറ്റംസ് അവർ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ള കാര്യം തന്നെ എനിക്ക് അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെ മുഖത്തൊക്കെ തേക്കാൻ മാത്രമുള്ളതാണോ. അപ്പോൾ അതവിടെ വിടട്ടെ. ഇതിപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ അല്ലേ. അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ച് വരാം. അപ്പോൾ ഞാനിവിടെ ഹൈബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈബ്രോ അല്ല, ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തേ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഐബ്രോ ഞാൻ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കും. കാരണം എൻ്റെ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ പിരികത്തിൻ്റെ പകുതി ഭാഗം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എപ്പോഴും വരച്ചിട്ടാണ് ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ അതെപ്പോഴും ഞാൻ ഐബ്രോ എപ്പോഴും ഒന്ന് കട്ട് കൂട്ടി കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഐലൈനർ ഇടുക. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. ഈ ഐലൈനർ ഇടുക എന്ന് പറയുന്നത് ഇടാനുള്ള മടി, കാരണം അറിയാത്തത് കൊണ്ട് ഞാൻ പുറത്തൊന്നും പോകുമ്പോൾ അങ്ങനെ ഇടാറില്ല. ഇത് പക്ഷേ ഒരു ചെറിയ ഫംഗ്ഷന് പോകുന്നതായതുകൊണ്ടാണ് ഞാൻ ഐബ്രോ ഇടാൻ മെനക്കെട്ട് തന്നെ, ഐലൈനർ ഇടാൻ മെനക്കെട്ട് തന്നെ കേട്ടോ. എൻ്റെ പ്രശ്നം വേറെ ഒന്നുമല്ല, ഒരു കണ്ണിന് നല്ല നീറ്റിലൊന്ന് വരച്ച് കിട്ടിയാൽ അതേ അളവിൽ അടുത്ത കണ്ണിൽ എനിക്ക് കിട്ടൂല കേട്ടോ. രണ്ടും രണ്ട് വിധത്തിലായി പോകും, ഒന്ന് ചെറുതും ഒന്ന് വലുതുമായി പോകും. പിന്നെ അത് രണ്ടും ഒരേ ഈക്വലായിട്ട് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിൻ്റെ വലിപ്പം കൂട്ടി അപ്പോഴേക്കും മറ്റേത് ചെറുതായി പോകും, മറ്റേതിൻ്റെ വലിപ്പം കൂട്ടുമ്പോഴേക്കും ഇപ്പുറത്തെ ചെറുതായി പോകും. എനിക്ക് പറ്റുന്ന അബദ്ധം അതാണ് കേട്ടോ. രണ്ടാമത്തെ പ്രശ്നം, ഇടയ്ക്ക് എപ്പോഴും എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ കണ്ണിൽ കുത്തിപ്പോവും. പിന്നെ ഉടനെ കണ്ണിന്ന് ചെടപിടാ വെള്ളം വരാൻ തുടങ്ങും. പിന്നെ അത് തുടക്കുമ്പോഴേക്കും മൊത്തം കൈമുഖം മുഴുവൻ കരിയായി പോകും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഐലൈനർ ഇടുമ്പോൾ ഉണ്ടാകാറുണ്ട് ഗൈസ്. പിന്നെ ഇത് ഞാൻ ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഐലൈനർ തന്നെയാണ് ഞാൻ ഐ ഷാഡോ ഏറ്റവും യൂസ് ചെയ്യണത്. ഐ ഷാഡോ വേറെ തന്നെ സെപ്പറേറ്റ് വാങ്ങാറൊന്നുമില്ല കേട്ടോ. അതും ഇങ്ങനെ പലപ്പോഴുമേ ഇങ്ങനെ ഐലൈനറിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഞാൻ പിരികത്തിന് പിരികല്ല കൺപീലി ഉണ്ടല്ലോ, അതിനിങ്ങനെ കുറച്ച് കട്ടി കൂട്ടി കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും. അത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തുടങ്ങിയൊരു ശീലമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. അതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ലിപ്സ്റ്റിക്ക് ഇട്ട് നമ്മളിപ്പോൾ മുഖത്ത് പൗഡർ ഒന്നും ഇട്ടിട്ടില്ല എങ്കിലും കുറച്ച് ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മുഖം ഭയങ്കരമായിട്ടൊരു ബ്രൈറ്റ്നെസ് തോന്നിക്കും. ഒരുപാട് മേക്കപ്പൊക്കെ ഇട്ട് ഭയങ്കര ഒരു അങ്ങനെയുള്ളൊരു ഫേസായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഏതോ ഒരു ലോക്കൽ ബ്രാൻഡാണ്, 100 രൂപയ്ക്ക് അങ്ങോട്ട് വാങ്ങിയ ഏതോ ഒരു ലോക്കൽ ബ്രാൻഡാണ്, പേരൊന്നും എനിക്കറിയില്ല. ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറിങ് എടുത്തിട്ട് വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് അതങ്ങ് പോയിട്ടാ. കുറച്ച് നേരത്തേക്കല്ലേ അതിൻ്റെ ഒരു ചുവപ്പ് കളർ ഇങ്ങനെ ചുണ്ടിന് ഉണ്ടാവുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോയിക്കോളും. പിന്നെ നെക്സ്റ്റ് നമ്മളെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അയ്യോ, ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് അടുത്ത ഒരു മെനക്കെട്ട പരിപാടി. ഞാനൊക്കെ ആദ്യം ഉണ്ടല്ലോ കുറച്ച് നീളത്തിലുള്ളൊരു ഹെയർ ആയിരുന്നു കേട്ടോ. നീളം മുടിയായിരുന്നു എൻ്റെ. അധികം ഉള്ളൊന്നും ഉണ്ടാവില്ല, പക്ഷെ കോലം മുടിയാണ്, നീളത്തിലായിരുന്നു. അപ്പം എന്നല്ല ഞാൻ വിചാരിച്ചത്, നീളം മുടി ആയതുകൊണ്ടാണ് എൻ്റെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്. കാരണം ലോങ് ഹെയർ ആകുമ്പോൾ എന്ത് ഹെയർ സ്റ്റൈലാണ് എൻ്റെ കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ കുറച്ച് മോഡേൺ ആ ഒരു രീതിയിലൊന്നും മുടി കെട്ടാനൊന്നും പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ കുറേ കൊല്ലമായിട്ട് അങ്ങനെയല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഹെയറിൻ്റെ കുഴപ്പമല്ല, എൻ്റെ ഫേസിൻ്റെ കുഴപ്പമാണ് എങ്ങനെയുള്ള ഹെയർ സ്റ്റൈലും എനിക്ക് ചേരാത്തതെന്ന്. കാരണം ഞാൻ ഷോർട്ട് ഹെയർ ആയപ്പോഴും ഞാൻ ഒരുപാട് സ്റ്റൈൽസ് ഇങ്ങനെ കെട്ടി നോക്കും, പക്ഷെ ഒന്നും എൻ്റെ ഫേസിന് എനിക്ക് എൻ്റെ പഴയ നീളം മുടി തന്നെ മതിയായിരുന്നു. ഇതൊന്നും എനിക്ക് ചേരുന്നില്ല. ഇതൊന്നും എൻ്റെ മുഖം എനിക്ക് ഇതുപോലെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ഈ ഷോർട്ട് ഹെയർ ഇങ്ങനെ മുന്നോട്ടിട്ടിട്ട് കാണുന്നത്, ഇങ്ങനെ കിട്ടിയാലും ഒരു തൃപ്തി ഇല്ലാത്തത് പോലുള്ളൊരു അവസ്ഥയാണ് എൻ്റെ കേട്ടോ. അപ്പോൾ അതാരും എടുത്ത് ചാടിയിട്ട് മുടി വെട്ടാൻ നിൽക്കണ്ട, മുടി കെട്ടിയാൽ പണി കിട്ടുന്ന പോലെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ 2 ഹെയർ പാനൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചൊട്ട വെക്കാറുണ്ട് കേട്ടോ. അത്
എപ്പോഴും വെക്കാറുണ്ട്. ഒരു പൊട്ട് എപ്പോഴും ഞാൻ ചെറിയൊരു ശില്പയുടെ ചൊട്ട എന്നൊക്കെ പറയും നമ്മൾ, അതിൻ്റെ അതുള്ളൊരു ചെറിയൊരു പൊട്ട് അങ്ങനെ വെച്ചു. പിന്നെ ഒരു മുക്കിൻ്റെ ഒരു കമ്മലങ്ങ് എടുത്തിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന്. ഞാൻ ഈ ഒരു കോലത്താണ് സാധാരണ പുറത്ത്, ഇതെൻ്റെ മാക്സിമം ആണ് കേട്ടോ. ഇതിൽ കൂടുതൽ ഞാനൊരു മേക്കപ്പും എൻ്റെ ഫേസിൽ ചെയ്യാറില്ല. ഇതാണ് എൻ്റെ മാക്സിമം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ മുടി വീണ്ടും മാറ്റി, എനിക്കതൊന്നും ചേരില്ല. ഞാൻ വീണ്ടും കെട്ടാതെ എങ്ങാണ്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ.